ഹായ്, നിങ്ങൾക്കറിയോ വെറുതെ ഇരിക്കണോ? അപ്പൊ എന്റെ അമ്മയ്ക്ക് തോന്നും, മോളെ നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന്. ഇത് അമ്മ കുറെ ആയിട്ട് പറയുന്ന ഒരു അമ്പലാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നാ അമ്മ നമുക്ക് പോവാ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടി റെഡിയായി. ഇത് സാധാരണ പോകുന്ന പോലുള്ള ഒരു അമ്പലല്ലോ, കാരണം കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ പോക്കിന്. ആദ്യം ഞങ്ങൾ ട്രെയിനിലാട്ടോ പോയത്. ട്രെയിൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബസ്സിന് പോണേ, കുറച്ച് ദൂരം പോവാണ്ട്, കാരണം കെട്ടുമാണ്ടൊക്കെ എടുത്തിട്ട് പോവില്ലേ, അത്രയും ദൂരമുള്ള ഒരു അമ്പലത്തിലേക്കാട്ടോ പോകണം. പോണ വഴിയിൽ കുറെ അമ്പലങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രെയിനേക്കാൾ കൂടുതൽ നേരം ബസ്സിലിരുന്ന പോലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ബസ്സൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിട്ടോ. ഹോട്ടലിൽ കയറിയ ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് ബജ്ജിയും, അമ്മ നെയ്റോസ്റ്റ് ആണേ പറഞ്ഞത്. പക്ഷെ നെയ്റോസ്റ്റിന്റെ വലിപ്പം കണ്ട അമ്മ അന്തം വിട്ടിരിക്കുകയാണ്. അമ്മ ചോദിക്കുക, മോളെ ഇതെന്താ തൊപ്പിയാണോ? പിന്നെ ഞാനത് ഉടച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയേ. വഴി നിറയെ കച്ചവടക്കാരാട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ കുറെ കുട്ടി കുട്ടി അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കൂടാണ്ട് തന്നെ വഴിയിൽ നിറയെ കച്ചവടക്കാരുണ്ട്. പിന്നെ കൂടാണ്ട് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലേ. അതിനോടനുബന്ധിച്ചുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നത് തീരുന്നേയില്ല, കാരണം അമ്പലം എത്ര ഇനിയും കുറെ ദൂരം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്പലം ഏതാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏതാണ് അമ്പലം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഒരു റൗണ്ടൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുഴുങ്ങിയ കടലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോടോടുകൂടി. അത് പൊളിച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ.